നമ്മുടെ രണ്ട് കണ്ണുകൾ അടയുന്നതിനു മുമ്പായി ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ജീവിതത്തിന്റെ അറ്റം എപ്പോഴാണ്, ഏത് സമയമാണ്, ഏത് മണ്ണിലാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ് എന്നൊന്നും നമുക്കറിയില്ല. മരിക്കുന്നതിന് മുമ്പായി ഏറ്റവും നല്ല രൂപത്തിലുള്ള മടക്കം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ വരിയിൽ നമ്മൾ ചൊല്ലി, ഖബറകത്തെ കാഴ്ചകൾ കാണാനായിരുന്നുവെങ്കിൽ ഭൂമി തന്നെ സ്വർഗമായി പോകുമായിരുന്നുവെന്ന്. ഈ ലോകത്ത് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഇന്തോനേഷ്യയുടെയും അമേരിക്കയുടെയും ഫലസ്തീന്റെയും മക്കയുടെയും മദീനയുടെയൊക്കെ നാടുകളിൽ നിന്ന് ഓരോ സെക്കൻഡിലും ഈ നിമിഷം വീഡിയോ കോളിലൂടെ അവരെ നമുക്ക് കണക്ട് ചെയ്യാനും അവരോട് സംസാരിക്കാനും സൂം മീറ്റിങ്ങിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനൊക്കെയുള്ള സംവിധാനം ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ തൊട്ടടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഖബറിലെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും വരെ അവരുടെ അവസ്ഥ എന്താണ് എന്നും ആ പള്ളിക്കാട്ടിലേക്ക് അവരെ മറമാടിയതിനു ശേഷം അതിനുള്ളിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്നും ഈ ഭൂമിയിൽ ഒരാളെക്കുറിച്ചും മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ചും ഇന്നേ വരെ ഭൂമിയിൽ ഒരാൾക്കും ഒരു മനുഷ്യനെ കുറിച്ചും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഖബറിൽ വെച്ച ശേഷം ആ ഖബറിന്റെ മുമ്പ് അവൻ ജീവിച്ചത് നല്ല മാർഗത്തിലാണെങ്കിൽ ആ ഖബർ തന്നെ അവന് സ്വർഗമായിരിക്കുമെന്നും, ഇനി ഖബറിൽ വെച്ചതിന് ശേഷം ആ ഖബറിന്റെ മുമ്പ് അവന്റെ ജീവിതം മോശപ്പെട്ട ജീവിതമാണെങ്കിൽ ഖബറിൽ വെച്ച ശേഷം പിന്നെ അത് നരകത്തിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ ഖബറിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു. ആ ഖബറിന്റെ അവസ്ഥ കാണാനുള്ള ഒരു സാഹചര്യം ഈ ഭൂമി തന്നെ സ്വർഗമായി പോകുമായിരുന്നു എന്നുള്ള ഉറപ്പാണ്. നല്ലത് ചെയ്ത ആളുകൾ ആ സ്വർഗത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, സുഖലോലുപതകൾ, സ്വർഗീയ ആനന്ദങ്ങൾ കണ്ട്, ആ ഖബറിലെ അവസ്ഥകൾ കണ്ട് ഭൂമിയിൽ എല്ലാ മനുഷ്യരും പിന്നെ നല്ലത് മാത്രം ചെയ്യുമെന്ന ഉറപ്പാണ്. ഭൂമിയിൽ തെറ്റ് ചെയ്തവർ മരണപ്പെട്ടത് ആ ഖബറിൽ കിടന്ന് അവർ അനുഭവിക്കുന്ന ശിക്ഷകൾ കാണുമ്പോൾ എല്ലാ മനുഷ്യരും പിന്നെ ഒരിക്കലും തെറ്റുകളിലേക്ക് അടുക്കില്ല എന്നത് ഉറപ്പാണ്. അങ്ങനെ ഒരു സംവിധാനം ഖബറിലെ മനുഷ്യരുടെ അവസ്ഥ കാണാനുള്ള ടെക്നോളജി ഇന്നവരെ ഒരു മനുഷ്യനും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അല്ലാഹു തആല ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യന്റെയും ഖബറിലെ അവസ്ഥ കാണാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു ഈ ഭൂമിയിൽ നല്ലത് ചെയ്ത് നന്മകൾ മാത്രം ചെയ്ത് ആഖിറത്തിൽ പടച്ചറബിന്റെ സ്വർഗം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മനുഷ്യരായി ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം